നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 5 വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. സുനോ യാർ, സുനോ ബായി, സുനോ. നമ്മളെപ്പോഴും പറയണമെന്നല്ല, സുനോ സുനോ. അത് ബഹുമാനത്തോടു കൂടെ പറയുമ്പോൾ സുനിയെ ബായി, ബാത് സുനിയെ, സുനിയേ എന്ന് പറയാം. അല്ലെ സുനോ, ബാസുൻ, ബാസുൻ എന്ന്, ബാസുൻ എന്ന് പറയാം. അപ്പോൾ സുനോ എന്നതാണ് അതിൻ്റെ, ഏതായാലും കേൾക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കേട്ടു, മേനെ സുന, ഞാൻ കേട്ടു. സുനാനിയെ നഹി സുൻറേ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, നഹി സുൻറേ, കേൾക്കുന്നില്ല, നഹി സുൻറേ എന്ന് പറയാം. ഓക്കെ, നഹി സുൻ രഹാഹും എന്നാണ് അതിൻ്റെ വ്യക്തമായി സ്വന്തത്തെ പറ്റി പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒന്ന് കേൾക്കുക, സുന്ന എന്ന് പറയാം. 2 കാണുക, ദേഖ്ന, അത് തന്നെയാണ് നോക്കുക എന്നതിനും. ദേഖോ യാർ, മേ ദേഖ് രഹാഹും, ദേഖിയേ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വരും, ദേഖിയേ ഭായ്, ഭായ് സാബ് ദേഖോ, 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 ദേഖ് രഹാഹും, ഞാൻ കാണുന്നുണ്ട്, ദേഖ് രഹാഹും. ലേഡീസ് പറയുമ്പോൾ मैं देख रही हूँ, देख रही हूँ, देखता हूँ, देखते हूँ, देख रहा हूँ, देख रही हूँ, ഈ രീതി പറയാം. ഓക്കെ, അവിടെ കാണുക എന്നതിനും നോക്കുക എന്നതിനും ദേഖ്ന എന്ന പദമാണ് ഉപയോഗിക്കുക. അബ് ക്യാ ദേഖ് രേ, നിങ്ങൾ എന്താ നോക്കണത്, ക്യാ ദേഖ് രേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 അപ്പം ഒന്ന് കാണുക, മറ്റൊന്ന് കേൾക്കുക, മറ്റൊന്ന് സമജ്ന, മനസ്സിലാക്കുക. आप समझ रहे बात समझ रहे, मैं समझता हूँ, मैं समझता हूँ. ലേഡീസ് പറയുമ്പോൾ मैं समझती हूँ, मैं कुछ नहीं समझती हूँ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. मैं कुछ नहीं समझती हूँ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പം മനസ്സിലാകുക, समझ लो, उसको समझाओ, ഭായി ഉनको समझाओ, അയാൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. സംജാന, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക എന്നർത്ഥം പറഞ്ഞു. അറിയുക, मैं जानता हूँ, मैं जानता हूँ, कुछ नहीं जानते हैं, आप कुछ नहीं जानते. क्या जानते हैं आप, जानना, മനസ് അറിയുക. आप उसके बारे में कुछ नहीं जानता हूँ, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ജാൻകാരി ഒക്കെ പറയും അറിയുക എന്നർത്ഥത്തിന്. क्या जानते हैं आपको, जानना, മനസ്സ് അറിയുക എന്നാണ്. जानना, मैं जानता हूँ, जानता हूँ, जानती हूँ എന്ന് പറയാം. ഓക്കെ, അത് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. മാങ്തി ഹും, മേ മാങ്തി ഹും, മേ നഹി മാങ്തി ഹും. മാങ്ന, അത് മനസ്സിലാക്കുക എന്നർത്ഥം തന്നെ, ഉൾക്കൊള്ളുക എന്നർത്ഥത്തിനാണ് ആ മാങ്ങരേ എന്ന് പറയാം. മാങ്താ ഹും, മാങ്തി ഹും. ക്യാ ഓ, അബ് ഈ പ്രാർത്ഥിക്കുക എന്നർത്ഥത്തിന് മേ ദ്വാ മാങ് രഹാവും, അവിടെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പം മാങ്ന എന്ന് പറയുന്നൊരു വാക്കാണ് 5ാമത് ഉൾപ്പെടുത്തത്. ഇങ്ങനെ അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് നിങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ ഹിന്ദി ഭാഷ പഠിക്കുക. ധന്യവാദം, ആപ്ക ശുക്രിയ.